നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂ SCERT 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്നൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ നിഖിൽ ഷിബു എന്നൊരു കുട്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് കാനഡയിലെത്തി അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ തണുപ്പും ചൂടും അവസ്ഥകളൊക്കെ വിവരിക്കുന്ന ഒരു പാരഗ്രാഫാണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഉന്നത വിദ്യാഭ്യാസത്തിനായാണ് ഞാൻ കാനഡയിലെത്തിയത്. താമസിക്കുന്നത് ന്യൂ ബ്രൻസ്വിക്ക് പ്രവിശ്യയിൽ. ഇവിടെ തണുപ്പുകാലം ആരംഭിച്ചിരിക്കുന്നു. ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി. എന്നാൽ പൈൻ മരങ്ങൾ പച്ചപ്പ് തന്നെ നിൽക്കുന്നു. സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത്. ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും. പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ ശരാശരി താപനില -20°C ആയിരിക്കും. ഇത് -35°C വരെയൊക്കെ താഴാറുണ്ട്. ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശീതക്കാറ്റാണ്. ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും. 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും. ശൈത്യകാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ. വീടുകളിലും കെട്ടിടങ്ങളിലുമെല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും. ഓഗസ്റ്റ് മാസത്തോടെ ഇത് 30°C വരെ എത്തും. വേനൽ ചൂടിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും. നിഖിൽ ഷിബു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ നിഖിൽ ഷിബു എന്ന കുട്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് കാനഡയിലെത്തിയതും അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ തണുപ്പ് കാലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ തണുത്ത കാലാവസ്ഥകളിൽ -20°C മുതൽ 35°C വരെയൊക്കെ ഇവിടെ കാലാവസ്ഥയിൽ അന്തരീക്ഷ താപനില കുറയാറുണ്ട്. പിന്നെ അവിടെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ്, ശീതക്കാറ്റുകളാണ്. പിന്നീട് മഞ്ഞുവീഴ്ചയും ഉണ്ടാകും. ഈ സമയത്ത് ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയൊക്കെ ആവശ്യമാണ്. പിന്നെ എല്ലാ വീടുകളിലും കെട്ടിടങ്ങളിലും എന്താണ്, ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. ഇനി ഓഗസ്റ്റ് മാസത്തോടെ അന്തരീക്ഷ താപനില ഉയർന്ന് 30°C വരെ എത്തും. അവിടെ മഴയുണ്ടാവും. പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാവും. ഇത്രയാണ് കാനഡയിലെ അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥയെക്കുറിച്ച് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫിൽ നമ്മുടെ ഓരോ ഭാഗത്തുമുള്ള കാലാവസ്ഥാ വൈവിധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു. മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുണ്ട്. ഇത്തരത്തിൽ കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് മുൻ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തിരിക്കാം. അപ്പോൾ എന്താണ് ഈ കാലാവസ്ഥാ മേഖലകൾ? സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരു കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം. അപ്പോൾ എന്താണ്, സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന ഒരു വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം. ഇനി പ്രധാന കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ മേഖല, ടണ്ട്ര മേഖല. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകൾ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണമരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗ മേഖല, ടണ്ട്ര മേഖല. ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണുള്ളത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലയിലെ ജനജീവിതവും രൂപപ്പെടുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ആദ്യമായി ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നോക്കാം.
ചിത്രം ശ്രദ്ധിക്കൂ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഇത്. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത. സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത്. ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നു. ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു. സംവഹന മഴയെക്കുറിച്ച് നമ്മൾ മുന്നുള്ള അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലകളിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അടുത്തതായി മൺസൂൺ കാലാവസ്ഥാ മേഖല. നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നതും മുഖ്യമായും മൺസൂൺ കാലത്താണ്. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് പ്രധാനമായും മൺസൂൺ കാലത്താണ്. അതായത് നമ്മൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ്. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് ഈ മൺസൂൺ കാറ്റുകൾ. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളതുകൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പം ഈ കാലാവസ്ഥ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണോ അനുഭവപ്പെടുന്നത്? ലോകത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അത് നമുക്ക് താഴെയുള്ള മാപ്പിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. മാപ്പിൽ ബ്ലൂ ലൈന് കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല. എവിടൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളിലെ ചില പ്രദേശങ്ങളിലൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ ദൈനിക താപാന്തരത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കാം നോക്കാം. ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. ഉയർന്ന താപനിലയിലും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന് വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാക്കാൻ സഹായിക്കുന്നു. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല. ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഈ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നു. അപ്പം ഏതൊക്കെയാണ് ഉഷ്ണമേഖലാ വിളകൾ? കരിമ്പ്, നെല്ല്, ചണം, പരുത്തി, തേയില, കാപ്പി മുതലായവയാണ്. തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷിരീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പേരുണ്ട്. അപ്പോൾ ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാജ്യം പേര്: വിയറ്റ്നാം റേ, മെക്സിക്കോ കോമൈൽ, ബ്രസീൽ റോക്ക, മഡഗാസ്കർ തവി, വെനസ്വേല കോനുകോ, ഫിലിപ്പൈൻസ് കെയ്ജിൻ, തായ്ലൻഡ് തമറായി, ശ്രീലങ്ക ചെന, മധ്യ അമേരിക്ക മില്യ, ഇന്ത്യയിൽ ജൂം വടക്കുകിഴക്ക് ഭാഗത്ത് പോഡു ആന്ധ്രാപ്രദേശ്, കുമ്മറ് പശ്ചിമഘട്ടം. അപ്പോൾ ഇത്രയാണ് സ്ഥാനമാറ്റ കൃഷി വിവിധ രാജ്യങ്ങളിലുള്ളത്.
അപ്പോൾ ഇത് എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അഡീഷണൽ നോട്ടായിട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കണം. മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് സസ്യങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. ഇനി സാവന്ന കാലാവസ്ഥ. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സാവന്ന മേഖല എവിടെയാണ്? ഇരു അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ്. ഈ ഉഷ്ണമേഖലാ പുൽമേടുകളാണ്. വിവിധ പ്രദേശങ്ങൾ വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനസ്വേലയിൽ ലാനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ താഴെ മാപ്പിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തതാണ് ഈ സാവന്ന. ആഫ്രിക്ക, ലാനോസ്, കാംബോസ്, സാവന്ന, ഓസ്ട്രേലിയ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാവന്ന കാലാവസ്ഥാ മേഖലകൾ. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നു. ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു. ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട്. മാംസഭോജികളായ സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു. താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. മൃഗപരിപാലനം, കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത വളരെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്രവിഭാഗമായ മസായികൾ ഇടയജീവിതം നയിക്കുന്നു. യൂറോപ്യൻ കോളനിയായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. ഉഷ്ണമേഖലാ പുൽമേടുകളിലെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ സാവന്ന കാലാവസ്ഥാ സവിശേഷതകളാണ് ഈ പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവുമാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ശരാശരി വാർഷിക താപനില എത്രയാണ്? 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇവിടുത്തെ വാർഷിക മഴ ലഭ്യത 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ്. ഇനി ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളെക്കുറിച്ച് നോക്കാം. സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ്. മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണപ്പെടുന്നു. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു. സസ്യഭോജികളായ ജിറാഫ്, സീബ്ര തുടങ്ങിയ മൃഗങ്ങൾ ഈ പുൽമേടുകളിൽ ധാരാളമായി കാണാം. മാംസഭോജികളായ സിംഹം, കടുവയും ഇവിടെ കാണപ്പെടുന്നു. ഇനി ഇവിടുത്തെ ജനജീവിതം. താരതമ്യേന വളക്കൂറ് കൂടിയ മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും ഇവിടെ മഴ കുറവാണ്. അതുകൊണ്ട് ജലാംശം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതി അല്ലെങ്കിൽ ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ അവലംബിച്ചു പോരുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ മൃഗപരിപാലനവും കൃഷിയുമാണ്. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ ഇടയജീവിതം നയിക്കുന്ന തദ്ദേശ ഗോത്രവിഭാഗമാണ് മസായികൾ. അപ്പം യൂറോപ്യൻ കോളനിയായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. ഇതിനുദാഹരണങ്ങളാണ് സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പം മസായി ഗോത്രഗ്രാമത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അടുത്തതായി ഉഷ്ണ മരുഭൂമികൾ.
ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ ചർച്ച ചെയ്തു. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. അപ്പോൾ ഉഷ്ണമരുഭൂമികളുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഗോൾഡൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഉഷ്ണമേഖലാ മരുഭൂമികൾ. അപ്പം യൂറോപ്പിലെ സഹാറ, അറേബ്യൻ മരുഭൂമി, ആഫ്രിക്കയിലെ നമീബ, കലഹാരി, ഓസ്ട്രേലിയൻ മരുഭൂമി, തെക്കേ അമേരിക്കയിലെ അറ്റക്കാമ, ഇതൊക്കെയാണ് ഉഷ്ണമരുഭൂമികൾ. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണമരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാതങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് ഇവ വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചപ്പുകളും രൂപപ്പെടാറുണ്ട്. എന്താണ് ഈ മരുപ്പച്ചകൾ എന്നാൽ? അതായത് മരുഭൂമിയിൽ ശുദ്ധജല സ്രോതസ്സുകളിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. മരുഭൂമിയുടെ ജലലഭ്യമായ പ്രദേശങ്ങളാണ് ഈ മരുപ്പച്ചകൾ. ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. അതായത് മരുഭൂമിയിൽ ഉള്ള ശുദ്ധജല സ്രോതസ്സുകളിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളാണിവ. ഇവിടെ എന്താണ്, ഈ ജലാശയങ്ങളെ ചുറ്റിപ്പറ്റി സസ്യങ്ങളും ജന്തുക്കളും ജനവാസ മേഖലകളും കൂടുതലായി കാണപ്പെടുന്നു. ഇതാണ് മരുപ്പച്ച എന്ന് വിളിക്കുന്നത്. അടുത്തത്, കാലാവസ്ഥയും മറ്റു ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളും തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളുമുണ്ട്. കലഹാരി മരുഭൂമിയിലെ പുഷ്മൻ ജനവിഭാഗം ഇതിനൊരു ഉദാഹരണമാണ്. കലഹാരി മരുഭൂമിയിലെ ഗോത്രവിഭാഗമാണ് പുഷ്മൻ ജനവിഭാഗം. കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമിയിലെയും പ്രധാന ഉപജീവനമാർഗം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികൾ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഇതിനൊരുദാഹരണങ്ങളാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഉഷ്ണമേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ പരിചയപ്പെടാം. ആദ്യത്തേത് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളെന്നറിയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അൽബേനിയ, ഫ്രാൻസ്, ഈജിപ്ത്, സ്പെയിൻ, ലിബിയ, തുർക്കി, ഇറ്റലി എന്നിവയാണ്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടാറുണ്ട്. ഈ പ്രദേശങ്ങളിലെ എല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്ന് വിളിക്കുന്നു. ഇവിടെ മാപ്പിൽ നമുക്ക് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല കാണാം. ഏതൊക്കെയാണ്? ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വടക്കേ അമേരിക്ക, യൂറോപ്പ്, മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗം, തെക്കേ അമേരിക്ക, ആഫ്രിക്കയുടെ ഒരു ചെറിയ ഭാഗം. ഇത്രയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല.
ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഇവിടെ കാണപ്പെടുന്നു. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിൽ ധാന്യകൃഷിയും കൊണ്ടുവരുന്നു. കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. ലോകത്തിൽ വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. നാരകഫലങ്ങളുടെയും കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളാണ് മിതോഷ്ണ പുൽമേടുകൾ. ഇനി മിതോഷ്ണ പുൽമേടുകൾ നോക്കാം. ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ മിതോഷ്ണ മേഖല പുൽമേടുകൾ ഭൂപ്രദേശവും അറിയപ്പെടുന്ന പേരും ഒരുപാട് പ്രാവശ്യം PSCയിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഭൂപ്രദേശം അറിയപ്പെടുന്ന പേര്: തെക്കേ അമേരിക്ക പാമ്പസ്, ആഫ്രിക്ക വൈൽഡ്, ഏഷ്യ സ്റ്റെപ്പി, ഓസ്ട്രേലിയ ഡൗൺസ്, വടക്കേ അമേരിക്ക പ്രയറി. അപ്പോൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിൽ പാമ്പസ് എന്നറിയപ്പെടുന്നു, ആഫ്രിക്ക വെൽഡ്, ഏഷ്യ സ്റ്റെപ്പി, ഓസ്ട്രേലിയ ഡൗൺസ്, വടക്കേ അമേരിക്ക പ്രയറി. ഇപ്പോൾ താഴെ മാപ്പിൽ മിതോഷ്ണ പുൽമേടുകൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിലെ പ്രയറി, തെക്കേ അമേരിക്കയിലെ പാമ്പസ്, ആഫ്രിക്കയിലെ വെൽഡ്, ഏഷ്യയിലെ സ്റ്റെപ്പി, ഓസ്ട്രേലിയയിലെ ഡൗൺസ്. മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനമാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. അപ്പം 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. ഇവിടെ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ സസ്യജാലങ്ങളിലും പ്രകടമാണ്. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്. അടുത്തതൊരു ബോക്സ് നോക്കാം. പ്രിയറി ലോകത്തിൻ്റെ ധാന്യക്കലവറ. ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലെ പ്രയറി പുൽമേടുകളാണ്. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല പുൽമേടിലെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. ഇവിടുത്തെ പ്രധാന വിള ഗോതമ്പാണ്. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നു. വൻതോതിലുള്ള ഗോതമ്പ് ഉൽപ്പാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. അപ്പോൾ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന ഭാഗമാണ് വടക്കേ അമേരിക്കയിലെ പ്രയറി പുൽമേടുകൾ. അടുത്തതായി മിതോഷ്ണ പുൽമേടുകളിൽ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുണ്ട്. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യാവസായിക അടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും ജനജീവിതവും രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി മനുഷ്യർ പല മേഖലകളുടെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളുണ്ടായിരുന്ന മിതോഷ്ണ പുൽമേടുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിയും മൃഗപരിപാലനവും നടത്തുന്ന ഇടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ജനസംഖ്യയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചുവരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവുമാണ് അടുത്തത്. അതിൽ ആദ്യം ടൈഗ മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും ഇവിടെ അനുഭവപ്പെടുന്നു.
15 ° മുതൽ 20 ° വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 ° മുതൽ -25 വരെ താഴുന്നു. 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ കായിക കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നില്ല. ഉപ-ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായി വളരുന്നത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ ടൈഗ എന്നാണ് വിളിക്കുന്നത്. ഉപ-ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകളൊന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ കൃഷി വളരെ കുറവാണ്. മരം വെട്ടും കമ്പിളി രോമ വ്യവസായവുമെല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കാനഡയിലെ ഈ മേഖലയിൽ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്. ഇവിടെ മാപ്പിൽ നമുക്ക് ടൈഗ മേഖല നോക്കാം. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ ഇത്രയും ഭാഗത്താണ് ടൈഗ മേഖല. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശങ്ങളോട് അടുക്കുംതോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. അതിശൈത്യ മേഖലാ സസ്യങ്ങളായ കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ധ്രുവപ്രദേശത്തോടടുത്ത് കാണാനാകൂ. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പകുതി ഭാഗം, അതായത് പാർട്ട് 1. അപ്പം ബാക്കി ഭാഗം നമ്മൾ പാർട്ട് 2 ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായിട്ട് കാണുക, ആവർത്തിച്ച് കേൾക്കുക, നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.